നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്താണ് വെനസ്വേല എന്ന രാജ്യം വൻ വാർത്താ പ്രാധാന്യം നേടിയത്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിയുടെ പേരിലായിരുന്നു അത്. അമേരിക്കൻ സൈന്യം അതിവിദഗ്ധമായ ഒരു ഓപ്പറേഷനിലൂടെ വെനസ്വേലൻ പ്രസിഡന്റ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന വെനസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ന്യൂയോർക്കിലെത്തിച്ചു. ഇനി അമേരിക്കയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നടത്തിയ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ ചെയ്യുമെന്ന് പിന്നീട് അമേരിക്ക അറിയിക്കുകയായിരുന്നു. പിന്നീട് അമേരിക്കയുടെ കൂടി പിന്തുണയുള്ള ഒരു സർക്കാരാണ് വെനസ്വേലയിൽ അധികാരമേറ്റത്. വെനസ്വേല ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി വെനസ്വേലയുടെ എണ്ണ വ്യാപാരം അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇനി വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയൊഴുകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയമായിരുന്നു ഇത്. ഈ സമയത്താണ് അപ്രതീക്ഷിതമായി വെനസ്വേലയിൽ വൻ ഭൂകമ്പമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ്, അതായത് ബുധനാഴ്ച പ്രാദേശിക സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടിയാണ് വൻ ഭൂകമ്പം വെനസ്വേലയിൽ ഉണ്ടാകുന്നത്. കനത്ത നാശനഷ്ടവും ആൾനാശവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. 32 പേർ മരിച്ചു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന കണക്കുകൾ. പക്ഷേ അനൗദ്യോഗികമായി ഇതൊന്നുമല്ല മരണനിരക്ക് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആയിരങ്ങളോ പതിനായിരങ്ങളോ ഈ ഭൂകമ്പത്തിൽ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് സൂചന. മാത്രമല്ല 100,000-ലധികം മരണസംഖ്യ കടക്കുമെന്ന സൂചനകളും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണ് വെനസ്വേലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തം. 100,000-ലധികം പേർ ഈ ഭൂമുഖത്തിൽ നിന്നും തന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. അതും 2-3 നിമിഷങ്ങൾ കൊണ്ട്. അവിടെ പക്ഷേ 7.5 രേഖപ്പെടുത്തിയത്. ഒരു പ്രധാന ഭൂകമ്പം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന തുടർചലനങ്ങൾ, ആ തുടർചലനങ്ങൾക്ക് ആദ്യ ഭൂകമ്പത്തേക്കാൾ തീവ്രതയുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര സാധാരണയല്ല. തീർച്ചയായും അസാധാരണമായ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7.1 മാത്രമാണ് ആദ്യ ഭൂകമ്പം. എന്നാൽ രണ്ടാം ഭൂകമ്പത്തിൽ 7.5 രേഖപ്പെടുത്തുന്നു. കെട്ടിടങ്ങളെല്ലാം തവിട് പൊടിയായി നിലം പതിക്കുന്നു. പ്രധാനപ്പെട്ട നഗരങ്ങളെയാണ് ഈ ഭൂകമ്പങ്ങൾ ബാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ മരണസംഖ്യ വളരെ ഏറെയാകാനുള്ള സാധ്യതയുണ്ട്. കെട്ടിടങ്ങളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പേർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യത്തെ വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ഭരണകൂടം പറയുന്നു. ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് ജീവനുള്ളവരെയും അതുപോലെ തന്നെ മൃതദേഹങ്ങളെയും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയ മാസങ്ങൾ നീളുമെന്നുറപ്പാണ്. കാരണം അത്രമാത്രം വലിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്, അത്രമാത്രം നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യ ഭൂകമ്പത്തിനേക്കാൾ തീവ്രതയേറിയ രണ്ടാമത്തെ തുടർചലനം, പിന്നീട് അങ്ങോട്ട് 12ഓളം ശക്തിയേറിയ തുടർചലനങ്ങൾ, ഇതെല്ലാം വെനസ്വേലയെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുന്നു. വെനസ്വേലയിൽ മാത്രമല്ല, ജപ്പാനിലും ഫിജി ഐലൻഡിലുമെല്ലാം ഇത്തരത്തിലുള്ള ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. ജപ്പാനിൽ 6.7 ഭൂകമ്പത്തിൻ്റെ തീവ്രത. ഫിജിയിലും അതിതീവ്രമായ ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ സാഹചര്യത്തിൽ സുനാമി മുന്നറിയിപ്പ് അടക്കം പുറത്തു വന്നിരുന്നതാണ്. ഈ ഭൂകമ്പങ്ങൾ ശക്തിയേറിയ ഭൂകമ്പങ്ങളാണെന്നും നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്നതാണ് എന്നുമൊക്കെ ഇതിനോടകം തന്നെ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ നാശനഷ്ടം വെനസ്വേലയിലുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം പൂർണ്ണമായും ഖനനം ചെയ്യാനും അത് ലോകവിപണിയിൽ എത്തിക്കാനുമുള്ള അമേരിക്കൻ സർക്കാരിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് അടിസ്ഥാന സൗകര്യങ്ങളെ മുഴുവൻ താറുമാറാക്കിയ ഭൂകമ്പം നടക്കുന്നത്. ഭരണകൂടത്തിന് ഇതൊരു വലിയ തലവേദനയായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാസങ്ങൾ നീളുന്ന രക്ഷാപ്രവർത്തനം വേണ്ടിവരും. മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയാൽ അത് പകർച്ചവ്യാധിയിൽ കൊണ്ടുചെന്നെത്തിക്കും. അങ്ങനെ മഹാദുരന്തത്തിൽ ഞെട്ടിവിറച്ചു നിൽക്കുകയാണ് വെനസ്വേലൻ നഗരങ്ങൾ. മാത്രമല്ല, വെനസ്വേലയിൽ നിന്നും ഇനി വളരെ വില കുറച്ച എണ്ണ ഇനി ഇന്ത്യക്ക് ലഭിക്കുമെന്ന ഒരു സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വെനസ്വേലൻ എണ്ണ ഇന്ത്യക്ക് നൽകുമെന്ന് അമേരിക്കയും നേരത്തെ പറഞ്ഞിരുന്നു. കാരണം വെനസ്വേലയുടെ എണ്ണ വ്യാപാരം ഇന്നിപ്പോൾ അമേരിക്കൻ കമ്പനികളുടെ കൈവെള്ളയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു കാരണവശാലും ക്രൂഡ് ഓയിലിന് ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് നാടിനെ നടുക്കിയ ഭൂകമ്പം വെനസ്വേലയിൽ ഉണ്ടാകുന്നത്. എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഈ ഭൂകമ്പം ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ഇതുവരെ അറിയില്ല. പക്ഷേ അങ്ങനെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ വെനസ്വേലൻ എണ്ണ ലോക വിപണിയിലെത്തുന്നത് വൈകും.
ഇതടക്കം വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഭൂകമ്പങ്ങളുടെ ശക്തി കണ്ട് ലോകരാജ്യങ്ങൾ തന്നെ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ഇത്രമാത്രം അതിതീവ്രമായ ഭൂകമ്പങ്ങളാണ് വെനസ്വേലയിൽ ഉണ്ടായത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ആണ്. അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. അതാണ് ഇത്രയധികം ഈ തീവ്രത വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. ആദ്യത്തെ ഭൂകമ്പം ഭൂമിക്ക് ഉള്ളിലേക്ക് 13 കിലോമീറ്റർ ദൂരം മാത്രമാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. രണ്ടാമത്തെ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം അതിലും കുറവാണ്, 10 കിലോമീറ്റർ മാത്രമാണ്. അതുകൊണ്ടാണ് രണ്ട് ഭൂകമ്പങ്ങൾക്കും വലിയ തീവ്രതയുണ്ടായത്. അതുകൊണ്ടാണ് രണ്ട് ഭൂകമ്പങ്ങളിലും കാരണം വലിയ നാശനഷ്ടമുണ്ടായത്. ആരൊക്കെ മരിച്ചു, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നാർക്കും അറിയില്ല. കെട്ടിടങ്ങൾക്കടിയിൽ ആരൊക്കെ ഉണ്ട് എന്നറിയില്ല. ഇനിയും ജീവനുള്ള ആളുകൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളയുന്നില്ല. രക്ഷാദൗത്യം അതിവേഗതയിൽ തന്നെ പുരോഗമിക്കുകയാണ്. വിദേശ രാജ്യങ്ങളടക്കം വെനസ്വേലയ്ക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപകടം തരണം ചെയ്യാൻ വെനസ്വേല എന്ന രാജ്യത്തിന് സാധിക്കുമോ? ഇതാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്ന വിഷയം. എന്തായാലും അതിതീവ്രമായ ഭൂകമ്പങ്ങളാണ് വെനസ്വേലയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക നടപടിക്ക് ശേഷം വെനസ്വേല വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഈ ഭൂകമ്പത്തിലൂടെയായിരിക്കും. ആഗോള എണ്ണ വിപണിയിലടക്കം ആശങ്ക അവശേഷിപ്പിച്ചാണ് വെനസ്വേലയിൽ ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.